നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വക്കീൽ നോട്ടീസ് വന്നതോടെ രാജീവ് ചന്ദ്രശേഖറിനെതിരായ ആരോപണം വിഴുങ്ങി രംഗത്ത് വരികയാണ് ശശി തരൂർ. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തീരമേഖലയിലെ വോട്ടിന് പണം നൽകുന്നുവെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന പുതിയ പ്രസ്താവനയുമായി ശശി തരൂർ രംഗത്തെത്തുന്നു. പലരും അങ്ങനെ പറയുന്നത് താൻ കേട്ടു എന്നേ പറഞ്ഞുള്ളൂ. കേട്ട കാര്യം കേട്ടു എന്നത് എങ്ങനെ പറയാതിരിക്കും? രാജീവ് ചന്ദ്രശേഖർ പണം നൽകിയെന്നതിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. തന്റെ ഒരു ആരോപണമായിട്ടല്ല ആ കാര്യം ഉന്നയിച്ചതെന്നും ശശി തരൂർ പറയുന്നു. ഒരു TV ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ മലക്കം പറഞ്ഞ പ്രതികരണം നടത്തുന്നത്. താൻ എന്താണ് പറഞ്ഞതെന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. വോട്ടിന് പണം നൽകുന്നുവെന്ന് എന്നോട് പലരും പറഞ്ഞു. നാട്ടിൽ മൊത്തം അങ്ങനെയൊരു സംസാരമുണ്ട്. എന്നോട് പറഞ്ഞവർ പോലും പബ്ലിക്കായി തുറന്നു പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ താൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണെന്നും ശശി തരൂർ പറയുന്നു. തനിക്കെതിരെ അസത്യപ്രചരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചത്. ശശി തരൂരിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വൈദികർ ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാജീവ് ചന്ദ്രശേഖർ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ വാദമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കാരണം 15 വർഷം MP ആയിരിക്കുകയും വിശ്വപൗരനായിരിക്കുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവ്, ആ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ശരിയാണോ? ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്ന കേട്ടുകഴിവ് കേട്ടാണോ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തേണ്ടതെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്.